ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം എന്നുള്ള 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് നമുക്ക് ഏതാണോ പറ്റുന്നത് അത് വ്യത്യാസമുണ്ട് എപ്പോഴും. അതായത് ഓരോ ആളുകൾക്കും ഓരോ റിസ്ക് അപ്പറ്റേറ്റ് ഉള്ളത്. എനിക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് എത്രത്തോളം കൂടുതലാണോ എനിക്ക് അത്രത്തോളം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഫ്രെയിമിനെ കൂട്ടാം. നമ്മൾ റിസ്ക് എടുക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ടൈം ഡ്യൂറേഷൻ ആണോ? അതെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ എപ്പോഴും കൂടുതൽ ലോങ് ടൈമിലാണ്. കാരണം വെച്ചാൽ ഇതിന് ഒരു സംഗതി ഗ്രോ ചെയ്ത് വന്ന് അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റിട്ടേൺ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ എന്ന് പറയുന്ന സാധനം ഏറ്റവും കുറവ് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. കാരണം വെച്ചാൽ അയാൾ ഈ വോളറ്റാലിറ്റിയൊക്കെ സഹിക്കാൻ പറ്റില്ല. ഒരു 10 lakhs ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തവൻ 7 lakh ആയാലും ഞാൻ പേടിക്കില്ല എന്ന് തോന്നണവൻ. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിലെ ഗ്രോത്തിലോ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ അത് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നവന് തീർച്ചയായിട്ടും ഒരു മീഡിയം ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു ടൈം ഫ്രെയിം ഒരു മോഡലാണ് അയാൾക്ക് നല്ലത്. ആ റിസ്ക് അയാളുടെ അത്രയും അയാളെ സമ്മതിക്കുന്നുണ്ട്, പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു 30% മുകളിൽ പോയാലും സാധാരണ എല്ലാ മാർക്കറ്റ് വീഴ്ചകളിലും ഏറ്റവും നല്ല സ്റ്റോക്കുകൾ പോലും ഒരു 30 to 40% കറക്റ്റ് ചെയ്യും. ഒരു 33 to 38% ആണ് ഏറ്റവും ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് പോലും കറക്റ്റ് സാധാരണ ചെയ്യാറുള്ളത് ഒരു മാർക്കറ്റ് കറക്ഷനിൽ. അത് നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്ററാണ്. ഓക്കെ, അത് നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാവൂ, നിങ്ങളവിടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോകരുത്. അപ്പോൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടണമെന്ന് നമ്മൾ തീരുമാനിക്കാവൂ.